ഉറുദു എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉറുദു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഉറുദു ഭാഷയിലെ അക്ഷരമാല അഥവാ ഹുറൂഫെ തഹജ്ജി എങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കാം, അതെങ്ങനെ എഴുതാം, ഓരോ അക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഉറുദുവിലെ വാക്കുകൾ, ഉറുദു നമ്പേഴ്സ് എന്നിവയൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ കമൻറ്റിൽ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ് ഉറുദു ഭാഷ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ വായിക്കാം, എങ്ങനെ എഴുതാം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ട് ഞാൻ കാണുന്നത്, നമ്മൾ കേരളത്തിൽ ഉറുദു പഠിപ്പിക്കുന്നത് ഉറുദു സ്കൂളിൽ തുടങ്ങുന്നത് 5ാം ക്ലാസ് മുതലാണ്. 5ാം ക്ലാസ് മുതലുള്ള ആ ഉറുദു ഭാഷ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട പുസ്തകത്തിൽ ഈ കഥ, കവിത, സംഭാഷണം എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ല രീതിയിലാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് ഓരോ ഭാഗങ്ങൾ പെട്ടെന്ന് വായിക്കാനും എഴുതാനും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറുദു ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലുള്ള ഉറുദു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടാം. അതിലെ ആദ്യ പാഠഭാഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. 5ാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകത്തിൽ ആദ്യ യൂണിറ്റിൽ റൂഹി എന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ യൂണിറ്റിൽ നസം, ഗുഫ്തഗു, കഹാനി അതായത് കവിത, സംഭാഷണം, പാട്ട് എന്നിവയൊക്കെ ഉണ്ട്. ആദ്യത്തേത് ഒരു കവിതയാണ്. അമ്മി അമ്മിയാണ് ഈ കവിതയുടെ പേര്. അപ്പോൾ നമുക്കിന്ന് ആ കവിതയൊന്ന് നോക്കാം. കവിതയുടെ പേര് അമ്മി അമ്മി. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയുന്നുണ്ടത്. റൂഹി അമ്മി की गोद से नीचे उतरी. अम्मी अम्मी मुझे भूख लगती है, खाना दीजिए. റൂഹി അമ്മി को पुकारने लगी. റൂഹി അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി. നീച്ചെ ഉത്തരി. അമ്മി അമ്മി മുझे भूख लगती है, खाना दीजिए. റൂഹി അമ്മി को पुकारने लगी. അതായത് അമ്മി അമ്മി മുझे भूख लगती है, खाना दीजिए. എനിക്ക് വിശക്കുന്നുണ്ട്. ഭൂഖ് വിശക്കുന്നുണ്ട്. ഖാന ഭക്ഷണം തന്നാലും. റൂഹി അമ്മി को पुकारने लगी. അങ്ങനെ പറഞ്ഞ് റൂഹി അമ്മയെ വിളിക്കാൻ തുടങ്ങി. പുക്കാർന വിളിക്കുക. അതാണ് ഈ പാട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ കവിതയൊന്ന് നോക്കിയാലോ? തയ്യാറല്ലേ? കവിതയുടെ പേര് नज़म का नाम अम्मी अम्मी. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना. अब्बा अब्बा आओ ना, अच्छी गुड़िया लाओ ना. प्यारे अब्बा आओ ना, चांद को साथ में लाओ ना. ഈ കവിതയുടെ അർത്ഥം ഒന്ന് നോക്കാം. അമ്മി അമ്മി ആവോന, അമ്മി അമ്മി വന്നാലും. മുജ്കോ ദൂത് പിലാവോന, മുജ്കോ എനിക്ക്, ദൂത് പാല് കുടിപ്പിച്ചാലും, എന്നെ പാല് കുടിപ്പിച്ചാലും. प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना. പ്യാരി സ്നേഹമുള്ള അമ്മ വന്നാലും, മുജ്കോ എനിക്ക്, ലോരി സുനാവോന, ലോരി എന്ന് പറഞ്ഞാൽ താരാട്ട്, താരാട്ട് കേൾപ്പിച്ചാലും. അബ്ബ അബ്ബ ആവോന, അച്ചി ഗുഡിയ ലാവോന. അബ്ബ പിതാവിനെ വിളിക്കുന്നതാണ്, അച്ഛൻ. അബ്ബ അബ്ബ ആവോന, അബ്ബ വന്നാലും. അച്ചി ഗുഡിയ ലാവോന, ഗുഡിയ എന്ന് പറഞ്ഞാൽ ഡോള് പാവക്കുട്ടി. അച്ചി നല്ലൊരു പാവക്കുട്ടിയെ കൊണ്ടുതന്നാലും. അച്ചി ഗുഡിയ ലാവോന. പ്യാരെ അബ്ബ ആവോന, ചാന്ദ് കോ സാത്ത് മേ ലാവോന. പ്യാരെ അബ്ബ സ്നേഹമുള്ള അച്ഛ, ആവോന വന്നാലും. ചാന്ത്, ചാന്ത് പറഞ്ഞാൽ ചന്ദ്രൻ. ചാന്ത് കോ
സാത്ത് മേ ലാവോന, ചന്ദ്രനെ കൊണ്ടുവന്നാലും. അമ്മി അമ്മി എന്ന് പറഞ്ഞ ഈ കവിത എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് ഈണത്തിൽ പാടി നോക്കാം. मुझको दूध पिलाओ ना, प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना, अप्पा अप्पा ना, अच्छी गुड़िया लाओ ना, प्यारे अप्पा ना, चांद को साथ मिलाना, अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना, प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना, अप्पा अप्पा ना, अच्छी गुड़िया लाओ ना, प्यारे अब्बा ना, चांद को साथ मिलाओ ना. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഉറുദു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉറുദു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഖുദ ഹാഫിസ്.